കൗണ്ടർ അവിടെയാണ് വരുന്നത് കേട്ടോ. അതിന് മുന്നേ എന്നെ ആകർഷിച്ചൊരു കാര്യമാണ് തമിഴ്നാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സ് കാര്യങ്ങൾ, അതായത് വ്യത്യസ്തമായിട്ടുള്ള മൈസൂർ പാക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. നോക്കാം കേരളത്തിലെ ടേസ്റ്റ് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ടേസ്റ്റ് വേറെ വല്ലതും വ്യത്യസ്തമാണോ എന്ന് നമുക്ക് നോക്കാം. ഞാനൊരു ലഡു വാങ്ങിയിട്ടുണ്ട്, അതിനെ കഴിച്ചുകൊണ്ടിരിക്കാം. പോരാ, ചെറിയ ലഡുവാണ് കേട്ടോ. ഇത് തൂക്കി കൊടുക്കുന്ന സാധനമാണ്, കിലോ റേറ്റാണ്, പീസ് റേറ്റല്ല. ഞാൻ ഒരെണ്ണം വാങ്ങിയതുകൊണ്ട് 7 രൂപ അറിയില്ല. നമ്മളെ 10 രൂപ ലഡു ഉണ്ട്, 10 രൂപ ലഡുവിൻ്റെ 10 പോലും വരുന്നില്ല. 5 രൂപക്ക് മുതലുള്ളൂ, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വരാൻ പറ്റില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് പോകുന്നത് കർക്കിടക വാവിനോടനുബന്ധിച്ച് ഒരു വാവു വലിച്ചന്ത, അതായത് മാർത്താണ്ഡം കുഴിത്തറയിലുള്ള ഒരു എക്സിബിഷനിലേക്കാണ് നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് കയറുന്നതിനായിട്ട് 20 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. വെറും 20 രൂപ എന്ന് പറയുന്നത് വെറും അവിടെയുള്ള സാധനങ്ങൾ കാര്യങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി മാത്രമാണ്. അതായത് റൈഡ് ഓരോ കാര്യങ്ങൾക്കായിട്ട് എക്സ്ട്രാ വേറെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. നമ്മൾ എന്തായാലും ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിനകത്തേക്ക് പ്രവേശിക്കാൻ പോകാൻ കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഒരുപാട് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അതാ വണ്ടികൾ വരെ ഉണ്ട്. ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ വണ്ടികൾ വരെ ഉണ്ട്, പുതിയ വണ്ടികൾ വരെ ഉണ്ട്. ഒരുപാട് ഐറ്റംസുകൾ, വില കുറവാണെന്ന് തോന്നുന്നു. 20 രൂപ, ഏതെടുത്താലും 20 രൂപ. പിന്നെ അങ്ങനെ കുറേ ഐറ്റംസുകളായിട്ടുണ്ട്. ചുറ്റിലും ഇത് തന്നെയാണ്, ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് കേട്ടോ. സോപ്പ് 6 എണ്ണം 100 രൂപ, ഏതെടുത്താലും 2 എണ്ണം 100 രൂപ. ഏതെടുത്താലും ഒരു ഫിക്സ്ഡ് റേറ്റ് ആണ് കേട്ടോ. എന്തെടുത്തു കഴിഞ്ഞാലും ഫിക്സ്ഡ് റേറ്റ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്, അങ്ങനെയാണ്. ഇനി എടുത്തു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റൂല. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. കുറേ കാലമായി ഒരു എക്സിബിഷനൊക്കെ നേരിട്ട് കണ്ടിട്ട്, കുറേ കാലമായി എന്ന് പറഞ്ഞാൽ ഒരു 2 വർഷത്തേക്ക് മുന്നേ. നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് കയറാൻ പോവാണേ. അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം ഇറങ്ങി ഇനി പോകുന്നതാണ് ഈ ഒരു സംഭവത്തിൻ്റെ ഹൈലൈറ്റ് പരിപാടി. അതായത് കാണുന്ന കാണികളുടെ നെഞ്ചിടിപ്പും നിലയ്ക്കുന്ന ആ ഒരു മരണമാസമരമായ ഒരു പ്രകടനം കാണുന്നതിനായിട്ട്, അതായത് മരണക്കിണർ കാണുന്നതിനായിട്ട് 80 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. നേരെ ടിക്കറ്റ് കൊടുത്ത് ടിക്കറ്റ് കയറിയിട്ട് നേരെ മേലോട്ട് പോകണം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കണ്ടു തന്നെ കാണാം.
ഈ ഒരു പരിപാടി നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അഭ്യസ്ത വിദ്യരാണ്, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആണ്. എങ്കിലും നമ്മുടെ കണ്ണിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ കടന്ന് പായണ നേരത്ത് നമ്മുടെ നെഞ്ചിങ്ങനെ കടന്ന് പെട്ടേക്കും. അതാണ് ഈ മരണക്കിണർ. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാട്ടാ. അതിനിടയ്ക്ക് അവർ വന്നിട്ട് ടിപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. അത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 2 കൈയും വിട്ടിട്ട് ഈ പൈസയും വാങ്ങിയിട്ട് കടിച്ചു പിടിച്ചുകൊണ്ടാണ് ആ ബൈക്കിലൊക്കെ പോകുന്നത്. എന്തായാലും ആ ഒരു 80 രൂപ ടിക്കറ്റ് എന്തായാലും മുതലായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും ഒക്കെ പോകാം. ഒരുപാട് റൈഡുകളുണ്ട്, അതിനൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റും കാര്യങ്ങളാണ്. ഞാനെന്തായാലും കയറുന്നില്ല, നമുക്ക് എന്തായാലും കണ്ടിട്ട് ആസ്വദിക്കാം. പിന്നെ എല്ലാ എക്സിബിഷനും കാണുന്ന പോലെ തന്നെ ഈ ഒരു പരിപാടി, അതായത് ബോളൊക്കെ എറിഞ്ഞിട്ട് ഇങ്ങനെ നൈസായിട്ട് ഫ്രിഡ്ജ് TV ഒക്കെ കാണിച്ചിട്ട് മനുഷ്യന്മാരെ പറ്റിക്കണ പരിപാടി, ഒരിക്കലും കിട്ടാത്ത പ്രൈസ് അതാണ്. ഇവിടെ അനൗൺസ്മെന്റ് ചെയ്യുന്നത് ആ പക്ഷിയൊന്നുമല്ല കേട്ടോ. ഇതിൻ്റെ പുറകിൽ നൈസായിട്ട് ഒരാളിരുന്ന് വായിലേക്ക് മൈക്ക് കുത്തി നിറച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പെറ്റ് ഷോ ആണ്, ഇതിനകത്താണ് ടിക്കറ്റ് വരുന്നത് 80 രൂപയാണ്. അതിന് മാത്രമുള്ള കാണാനൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അതൊന്നും കാണാൻ പോകുന്നില്ല, സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ, ഈ ഒരു എക്സിബിഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.